നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് ഡയബറ്റിസ് മാനേജ്മെൻറ്റ്, ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ളത്. ഒരു പ്രമേഹ രോഗിയുടെ ചികിത്സയിൽ പ്രധാന ഭാഗമാണ് പ്രമേഹ ഭക്ഷണക്രമം. കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഭക്ഷണ രീതി തന്നെ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ ഡയബറ്റിസുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന സങ്കീർണതകൾ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇനി ചിട്ടയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ആഹാരരീതി, കൃത്യമായ വ്യായാമം, മാനസികാരോഗ്യം ഇവയൊക്കെ സംരക്ഷിച്ചു നിർത്തേണ്ടതാണ്. പ്രായം, ശരീരഭാരം, ജോലി, അധ്വാനം, കഴിക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ ഇവയെല്ലാമാണ് ഇവരുടെ തീരുമാനിച്ചിട്ടാണ് ഭക്ഷണക്രമം ക്രമപ്പെടുത്തേണ്ടത്. ഡയബറ്റിസ് രോഗിയെ സംബന്ധിച്ച് ഇവർക്ക് ഊർജത്തിൻ്റെ തോത് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. എനർജി വാല്യൂ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ഒരു ദിവസം 3 നേരം കൂടുതലളവിൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം 5 തൊട്ട് 6 തവണകളായി ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് കഴിക്കുന്നതാണ് വളരെ നല്ലത്. ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടിട്ട് ബ്ലഡ് ഷുഗർ കൂടുതലളവിൽ ഉയർന്നു പോകാതെയും താഴ്ന്നു പോകാതെ ഇരിക്കാൻ സഹായിക്കും. ഇനി കഴിക്കുന്ന സമയം, ആഹാരം പാചകം ചെയ്യുന്ന രീതി, ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിൻ്റെ അളവ്, അതുപോലെ തന്നെ ഈ ഘടകങ്ങളെല്ലാം നമ്മളുടെ ആഹാരത്തിൽ എത്ര അളവിൽ എനർജി വരുന്നുണ്ടെന്നും പോഷകങ്ങളുടെ തോതുണ്ടെന്നും തീരുമാനിക്കപ്പെടും. സംസ്കരിച്ചെടുത്ത ധാന്യങ്ങൾക്ക് പകരം മുഴുവനായിട്ടുള്ള ഗോതമ്പ്, തവിട് നീക്കാത്ത അരി, മില്ലറ്റുകൾ, ചാമ, തിന, ക്യുനോവ പോലെയുള്ള മില്ലറ്റുകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. ഇനി പയറുവർഗ്ഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തൊലി കളയാത്ത പയറുവർഗ്ഗങ്ങളും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും ഡയബറ്റിസ് രോഗിക്ക് വേണ്ടുന്ന പ്രോട്ടീൻ ലഭ്യമാകാൻ സഹായിക്കും. പച്ചക്കറികൾ ദിവസേന 200 മുതൽ 300 ഗ്രാം കുക്ക്ഡ് വെജിറ്റബിൾ, വേവിച്ച പച്ചക്കറികളും 100 തൊട്ട് 150 ഗ്രാം പച്ചക്കറി സാലഡും വേവിക്കാത്ത പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പച്ചക്കറികളിൽ ഇലക്കറികൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വേണം. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ മരച്ചീനി, ചേമ്പ്, കാച്ചില് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇത് ബ്ലഡ് ഷുഗർ ഉയരുന്നതിന് കാരണമാകും. ഇനി വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, അതുപോലെ കൂടുതൽ ഫൈബറുള്ള ആഹാരങ്ങൾ, നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസുകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. പഴവർഗ്ഗങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങളാണ് ആപ്പിള്, പേരയ്ക്ക, പപ്പായ, നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ, കിവി, പ്ലംസ് എന്നിവ. ഇതിൻ്റെ ഉപയോഗവും മിതമായിട്ട് മതിയാകുന്നതാണ്. 100 തൊട്ട് 150 ഗ്രാമിൽ കൂടാൻ പാടുള്ളതല്ല. ഇനി കൊഴുപ്പ് കൂടുതലുള്ള, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ള ഇറച്ചി വർഗ്ഗങ്ങൾ, റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ, പോർക്ക് പോലെയുള്ള ഇറച്ചിക്ക് പകരം വൈറ്റ് മീറ്റ്, ഫിഷ്, ചിക്കൻ, മുട്ട എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. എണ്ണയുടെ കാര്യം എടുക്കുമ്പോൾ എണ്ണയുടെ ഉപയോഗവും ഇതുപോലെ മധുരം കഴിവതും ഒഴിവാക്കുന്നത് പോലെ തന്നെ എണ്ണയുടെ കാര്യവും നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ഒരു ദിവസത്തേക്ക് 2 തൊട്ട് 3 ടീസ്പൂൺ എണ്ണ മതിയാകും. ഏതെണ്ണ ഉപയോഗിക്കണം എന്നതിന് പകരം എത്ര അളവ് ഉപയോഗിക്കുന്നു എന്നതാണ് കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ, ഡാൽഡ പോലെയുള്ള കൊഴുപ്പ് കൂടുതലുള്ള ഫാറ്റുകളെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്തണം. പാം ഓയിൽ ഏറ്റവും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. എണ്ണ, തേങ്ങ, ഉപ്പ് എന്നിവയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വ്യായാമം പ്രധാനമാണ്. ദിവസവും 1/2 മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. നടത്തം, യോഗ, അത് മെഡിറ്റേഷൻസ് ഇവയൊക്കെ പ്രമേഹ രോഗിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കണം. മാനസികാരോഗ്യം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ചിട്ടയായ ഒരു ഭക്ഷണക്രമം, മാനസികാരോഗ്യം, കൃത്യമായ വ്യായാമം ഇവ സ്വീകരിച്ച് നമ്മൾക്ക് ഡയബറ്റിസിനെ കൺട്രോൾ ലെവലിൽ നിർത്താവുന്നതാണ്.